മക്കളെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പോൾ ഇന്ന് ടീച്ചർ ക്ലാസ് എടുക്കാനൊന്നല്ല വന്നത്. എൻ്റെ മക്കളെല്ലാവരും അല്ലേ കലാപരിപാടിയില്, അത് കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് ചിലപ്പോ ചിലര് നല്ല വിജയം നേടിയിട്ടുണ്ടാവും, ചിലർക്ക് പങ്കെടുത്തിട്ടേ ഉണ്ടാവും അല്ലേ, സമ്മാനമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ചിലർക്ക് ചില താഴ്ന്ന അല്ലെങ്കിൽ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും എന്നല്ലാതെ ചില ഗ്രേഡുകൾ മാത്രം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആകെ ഇങ്ങനെ കൺഫ്യൂഷനിലായിരിക്കും. എനിക്കിതിനൊന്നുള്ള കഴിവില്ലേ, ഞാൻ മോശമാണോ, ഞാൻ നല്ലൊരു കലാകാരി അല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവർക്കും കാണും. പഠന കാര്യങ്ങളൊക്കെ ടീച്ചർ സാധാരണ വന്ന് പറയാറുണ്ട്. പക്ഷെ അതേ പ്രാധാന്യത്തോടെ ടീച്ചർ കാണാണ് നമ്മുടെ കലയെ. അല്ലേ, കല എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമൊന്നല്ല അല്ലേ. നമുക്ക് അനുഗ്രഹിച്ച് കിട്ടിയ ആ ഒരു കഴിവിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളായിട്ട് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിന് നമ്മൾ എന്താണ് ആദ്യം വേണ്ടത്? ഒരു ചമ്മലും ഇല്ലാതെ അല്ലെ, ഒരു സഭാകമ്പവും ഇല്ലാതെ എന്തൊരവസരമാണോ നമുക്ക് വന്നു ചേരുന്നത് ആ പരിപാടിക്ക് പങ്കെടുക്കുക അല്ലേ. അങ്ങനെയല്ലേ? അങ്ങനെയാണ് എല്ലാ കുട്ടികളും ചെയ്യേണ്ടത് കേട്ടോ. ടീച്ചർ വിളിക്കുകയാണ്. ഇപ്പൊ എന്നോടാണ് വിളിക്കുന്നത് വെച്ചാ, ശ്രുതി നാളെ വന്നിട്ട് മലയാള പദ്യ പാരായണം ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒരു മോണോക്ട് മത്സരം ഉണ്ടേ, പങ്കെടുക്കണേ. ടീച്ചർ പങ്കെടുക്കുമായിരുന്നോ? ടീച്ചർക്ക് ഒരു നാണമൊന്നും ഇല്ലായിരുന്നോ? സ്റ്റേജിൽ കയറി പരിപാടി അവതരിപ്പിക്കാറുണ്ടായിരുന്നു. അതിൽ 1-ാം സ്ഥാനം കിട്ടുമോ 2-ാം സ്ഥാനം കിട്ടുമോ എന്നൊന്നും ടീച്ചർ നോക്കാറില്ലായിരുന്നു കേട്ടോ. കാരണം എന്താണ്, നമുക്കൊരവസരമാണ് കിട്ടുന്നത്. ആ ഒരു വേദിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനാവും. ചില തെറ്റുകളൊക്കെ നമ്മൾ വരുത്തും അല്ലേ. ചിലപ്പോൾ നമ്മളോട് മറന്നു പോകും. ആ കഥാപ്രസംഗമൊക്കെ അവതരിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ചില ഭാഗങ്ങൾ മറന്നു പോകും. അല്ലെങ്കിൽ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല മനോഹരമായിട്ട് കഥ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ നമ്മളോട് ചില പഠിച്ചു വെച്ച കാര്യങ്ങൾ അങ്ങ് മറന്നു പോകും അല്ലേ. സാരില്ല, മറന്നു പോട്ടെ. മറ്റൊരു സ്റ്റേജിൽ നമുക്ക് അതിലും മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. ഓരോ സ്റ്റേജും നമ്മളൊരു അവസരമായിട്ട് കരുതാം. ഇപ്പൊ ജില്ലാ മത്സരങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ചിലർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ചിലർക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ചിലർക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. എന്ന് കരുതി നിങ്ങൾ അടുത്ത വർഷം പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കരുത്. എല്ലാവരും മികച്ച രീതിയിൽ, നിങ്ങൾക്കാവുന്ന രീതിയിൽ. ചിലർക്ക് നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയും അല്ലേ, ചിലർക്ക് ആ കഴിവുണ്ടാവില്ല. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും മിടുക്ക്. ചിലർ നന്നായിട്ട് നൃത്തം ചെയ്യുമായിരിക്കും, ചിലര് നന്നായിട്ട് അഭിനയിക്കുമായിരിക്കും അല്ലേ. മറ്റു ചിലരെന്താ, മറ്റു ചിലർക്ക് പ്രസംഗിക്കാനായിരിക്കും കഴിവ് അല്ലേ, നല്ല രീതിയിൽ പ്രസംഗിക്കാൻ. ചിലർക്ക് നാടൻ പാട്ടിലും മാപ്പിളപ്പാട്ടിലും ഒക്കെ ആയിരിക്കും കഴിവ്. ചിലർക്കാവട്ടെ അത് ക്ലാസിക്കൽ മ്യൂസിക്കിലായിരിക്കും. ഇനിയിപ്പോ നന്നായിട്ട് കഥ പറയുന്ന ഒരു കുട്ടിക്ക് നന്നായിട്ട് ആംഗ്യപ്പാട്ട് പാടാൻ പറ്റണമെന്നില്ല അല്ലേ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട്. ആ കഴിവ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരവസരം കിട്ടണം, നമുക്കൊരു വേദി കിട്ടണം. അപ്പൊ എൻ്റെ മക്കൾ എല്ലാവരും ഗ്രൂപ്പ് ഐറ്റത്തിൽ പങ്കെടുത്തവരായിക്കോട്ടെ, സിംഗിൾ ഇൻഡിവിജ്വൽ ഐറ്റത്തിൽ പങ്കെടുത്തവരായിക്കോട്ടെ, സമ്മാനം കിട്ടിയോ ഇല്ലയോ എന്നൊന്നല്ല പ്രധാനം. നമ്മൾ ആ വേദിയിൽ കയറുന്നു, പങ്കെടുക്കുന്നു. അത്രയും ആളുകളുടെ മുന്നിൽ നമ്മൾ ആ പരിപാടി അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മികച്ച ഒരു കലാകാരിയായി മാറുകയാണ്. ഇതിനൊപ്പം നമുക്ക് നഷ്ടപ്പെടുന്ന ക്ലാസ്സുകളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം, എങ്ങനെ നമുക്കത് നേടിയെടുക്കാം? സൈലത്തിന്റെ ക്ലാസ്സുകളുണ്ട്. സ്കൂളിലെ ക്ലാസ്സുകൾക്കൊപ്പം സൈലവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്. ഇനി വരുന്ന ലൈവ് ക്ലാസ്സുകളും അല്ലെ, പരീക്ഷയോട് അടുപ്പിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അത് സഹായകമാകും. അപ്പൊ ടീച്ചർ പറഞ്ഞത് മറക്കരുത്. ആരും പിന്തിരിയരുത്, പിന്നോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ വരിക. ഒരു മത്സരത്തിന് പോലും സമ്മാനം കിട്ടിയിട്ടില്ലെങ്കിലും അടുത്ത വർഷം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു അവസരം, ആ ഒരു വേദി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത് നാട്ടിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ, കിട്ടുന്ന അവസരങ്ങളിൽ നിങ്ങൾ പാട്ടുപാടാനും കഥ പറയാനും നൃത്തം ചെയ്യാനും അല്ലെ, അഭിനയിക്കാനും എല്ലാം, ചിത്രം വരയ്ക്കാനും എല്ലാ കഴിവുകളെയും നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടേതാക്കി മാറ്റുക. ഒപ്പം പഠനത്തെയും. അപ്പൊ ശ്രുതി ടീച്ചർ നിങ്ങളെല്ലാവരെയും സമാധാനിപ്പിക്കാനാണ് വന്നത്. ടീച്ചർ പറയാണ്, ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ മക്കളെ കഴിവുകളെല്ലാം നിങ്ങൾ തന്നെയാണ് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒപ്പം നിൽക്കാൻ നിങ്ങളുടെ പാരൻസും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാവും കൂടെ കേട്ടോ. അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.